തിരുവചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, രണ്ട് ഗണത്തിൽപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ലഭിച്ച ക്രൈസ്തവ വിശ്വാസി. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ക്രൈസ്തവ വിശ്വാസി. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ക്രൈസ്തവർ ഇല്ല. ഈ വിഷയത്തെക്കുറിച്ച് അനേകർ മനസ്സിൽ സംശയങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും തന്നെ, യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ക്രൈസ്തവൻ പോലുമില്ല. എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. നിങ്ങളുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എപ്രകാരം വസിക്കുന്നു എന്നറിയാനായിട്ട് നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളുടെ തന്നെ അനുഭൂതി വിശേഷങ്ങളിലേക്ക് ആകരുത്. നിങ്ങളിലേക്ക് തിരിഞ്ഞാൽ, നിങ്ങളുടെ സെൽഫിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് സംശയം വരുവാൻ സാധ്യതകളുണ്ട്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അറിയാൻ തിരിയേണ്ടത് തന്നിലേക്കല്ല, ഇപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന വികാരങ്ങളിലേക്കല്ല. ആ വ്യക്തി തിരിയേണ്ടത് ദൈവത്തിൻ്റെ വചന വാഗ്ദാനങ്ങളിലേക്കാണ്. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ, അന്ന് ജോർദാൻ നദിയിൽ ഈശോ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതേ പരിശുദ്ധാത്മാവിനെ മാമോദീസ സ്വീകരിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അളവിൽ എന്തോ കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. എന്നാൽ യേശുവിലുള്ള പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലർക്ക് സംശയം വരുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? അനേകർ പരിശുദ്ധാത്മാവിനെ കാണുന്നത് ശക്തി മാത്രമായിട്ടാണ്. അടിസ്ഥാനപരമായിട്ട് പരിശുദ്ധാത്മാവ് ശക്തിയാണ്, എന്നാൽ അതിലുപരിയായിട്ട് വ്യക്തിയാണ്. നമുക്കറിയാം, ദൈവത്തിൽ 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച എന്താണ്? ഒരു വ്യക്തിക്ക് പകുതിയായിട്ട് വരാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് വചനം പ്രഘോഷിക്കുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഇവിടെയുണ്ട്, മുഴുവനായിട്ട് ഞാൻ ഇവിടെയുണ്ട്. എനിക്ക് ഇവിടെ പകുതിയാകാനും എൻ്റെ ആശ്രമത്തിൽ പകുതിയായിട്ട് ആയിരിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാ വ്യക്തി ആയതുകൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, മാമോദീസായിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചപ്പോൾ, ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിലുള്ള അതേ പരിശുദ്ധാത്മാവ് നിങ്ങളിലുമുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്: നമ്മിലേക്ക് തിരിയുമ്പോൾ, നമ്മുടെ വികാരങ്ങളിലേക്ക് തിരിയുമ്പോൾ, സെൽഫിലേക്ക് തിരിയുമ്പോൾ, ദേഹിയിലേക്ക് തിരിയുമ്പോൾ, ആ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. അനേകരെ ഇടറിപ്പോകുന്നത് തന്നിലേക്ക് തിരിയുമ്പോഴാണ്. ശരിയാണ്, നിങ്ങളിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ. അതിൻ്റെ പേരിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് ആരും പറയരുത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിയാനായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാണ്? പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ: യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചത്? യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവേഷ്ടം നിറവേറ്റാൻ മരണത്തോളം സഹിച്ച യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ച് കർത്താവും ദൈവമായിട്ട് ഉയർത്തി എന്ന് വേദപുസ്തകം സാക്ഷ്യം നൽകുന്നു. അപ്പസ്തോലന്മാർ ഈ കാര്യം പ്രഘോഷിച്ചപ്പോൾ അത് കേട്ട് വിശ്വസിച്ചവർ. എന്താണ് വിശ്വാസം? ഒരു വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഉറപ്പാണ് വിശ്വാസം. അന്ന് അപ്പസ്തോലന്മാർ വലിയ തേജസ്സോടെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആ ഉറപ്പ് അവരുടെ ഉള്ളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു.
ആ ഉറപ്പെന്താണ്? ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു, കർത്താവും ദൈവമായിട്ട് ഉയർത്തി. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. കേട്ടുകൊണ്ടിരുന്നവർക്ക് അപ്പസ്തോലന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ അവർക്ക് ആ ഉറപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വചനം ഇങ്ങനെയാണ്, വിജാതിയർ പോലും എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? ആ വചനം എങ്ങനെയാണ്? പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാണ്? പത്രോസ് ചില വിഷയങ്ങളെക്കുറിച്ച് അവരോട് പങ്കുവെച്ചു, സംസാരിച്ചു, പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഏറ്റവും വിസ്മയകരമായ കാര്യം എന്താണ്? പത്രോസ് യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ആരായിരുന്നു? വിജാതീയരായിരുന്നു. മാമുദീസ പോലും അവർ സ്വീകരിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമാണ് അവർ മാമുദീസ സ്വീകരിച്ച് ക്രൈസ്തവ കൂട്ടായ്മയുടെ സഭാ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നത്. ഇനി പത്രോസ് പറഞ്ഞ കാര്യം എന്താണ്? തൊട്ട് മുൻപിലുള്ള വചനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം. പത്രോസ് പ്രഘോഷിച്ചത് ക്രിസ്തു രഹസ്യമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യകുലത്തിന് വേണ്ടി പൂർത്തിയാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ് പത്രോസ് പ്രസംഗിച്ചത്. യേശു ഭൂമിയിലേക്ക് വന്നു, കന്യകാമറിയത്തിൽ ജന്മമെടുത്തു, വചനത്തിലൂടെ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, രോഗികളെ ഈശോ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, സുവിശേഷ രഹസ്യങ്ങൾ അവരുമായിട്ട് പങ്കുവച്ചു. അവസാനം മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട്, രക്ഷയ്ക്കായിട്ട് കാൽവരി മലയിൽ തന്നെ യാഗബലിയായിട്ട് ഈശോ സമർപ്പിച്ചു. ഈശോ ക്രൂശിൽ മരിച്ചു. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, കർത്താവും ദൈവമായിട്ട് ഉയർത്തി. പത്രോസ് പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈശോ പൂർത്തിയാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ക്രൂശിൽ മരിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികളാണ് എന്ന് ആത്മാവിൻ്റെ നിറവിൽ ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ മറ്റൊരു ശക്തി ആവസിച്ചു, വിശുദ്ധമായൊരാവേശം. എന്താണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്? സ്പിരിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ലഹരിയാണ്. അതൊരാവേശമാണ്. ഈ ഭൂമിയിൽ അനേക ലഹരികളുണ്ട്, അനേക ആവേശങ്ങളുണ്ട്. ലോകത്തിലെ ചില വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചില ആവേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യർ പ്രാപിക്കാവുന്ന ഏറ്റവും വിശുദ്ധമായ ആവേശം എന്ന് പറയുന്നത്, അവനെ നിത്യജീവനിലേക്ക് കാത്ത് സംരക്ഷിക്കുന്ന ആവേശം എന്ന് പറയുന്നത് ക്രിസ്തു രഹസ്യം കേൾക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ, കേൾവിക്കാരുടെ മനസ്സിൽ ബോധ്യങ്ങളിൽ വലിയൊരു മാറ്റം വന്നു. അവർക്കൊരു കാര്യം ബോധിച്ച് കിട്ടി, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ക്രിസ്തു രഹസ്യം കേൾക്കുമ്പോൾ ഒരു ആവേശം നമ്മുടെ മേൽ വന്ന് നിറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കിട്ടാൻ കാരണം എന്താണ്? യേശുവിനെക്കുറിച്ചുള്ള കേൾവിയാലാണ്. ആ രഹസ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ്, ബോധ്യത്തിൽ വരുന്ന, ആഴത്തിൽ വരുന്ന ഒരു മാറ്റമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കേൾവിയാലാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവിയാൽ, നമ്മുടെ പ്രവൃത്തിയാലല്ല, നിങ്ങളുടെ പുണ്യത്താലല്ല നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പൂർത്തിയാക്കിയ, അവനാൽ ദൈവം നമുക്ക് സൗജന്യമായിട്ട് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള കേൾവിയാലാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം പ്രാപിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. യേശുവിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ പീഡാസഹനം, മരണം അതിൽ അവസാനിപ്പിക്കരുത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം എടുത്ത് വായിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കറിയാം, ഒരു വ്യക്തിക്ക് ക്രിസ്തു സാക്ഷിയായിട്ട് തീരാനായിട്ട് വേണ്ട യോഗ്യത എന്താണ്? എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു ശിഷ്യൻ യൂദാസ് കറിയോത്ത ക്രിസ്തു മാർഗത്തെ ഉപേക്ഷിച്ചു. അതിനുശേഷം പത്രോസിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരുമിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, യൂദാസിൻ്റെ സ്ഥാനത്തേക്ക് മറ്റു ഒരുവനെ കൂടി നാം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിനുവേണ്ടി അവർ പ്രാർത്ഥനാപൂർവ്വം ആലോചന ചോദിച്ചപ്പോൾ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വേദപുസ്തകം എടുത്ത് പറയുന്നുണ്ട്. ആ ക്വാളിറ്റി എന്താണ്? നമ്മളത് വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം അധ്യായം 1 21 വാക്യം.
21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യം എന്താണ്? ആ വ്യക്തിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ആ ഉറപ്പ് എന്താണ്? ഈശോ ഭൂമിയിൽ വന്നു, നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് അവസാനിക്കരുത്. ക്രൂശിൽ മരിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് ബോധിച്ച വ്യക്തിയായിരിക്കണം. ആ വിഷയത്തിൽ ആ വ്യക്തിക്ക് അല്പം പോലും സംശയം ഉണ്ടാകാൻ പാടില്ല. അത് കണ്ട് അനുഭവിച്ച വ്യക്തിയായിരിക്കണം. നമുക്കറിയാം, ആ വലിയ കൂട്ടായ്മയിൽ 2 പേരുണ്ടായിരുന്നു അപ്രകാരം. ഒന്ന് ബർണബാസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ്, മറ്റൊന്ന് മത്തിയാസ്. 2 പേരുള്ളത് കൊണ്ട് അവർ കുറിയിടുന്നു ദൈവഹിതം അറിയാനായിട്ട്. വേദപുസ്തകം പറയുന്നു മത്തിയാസിന് കുറി വീണു. അങ്ങനെ അദ്ദേഹം 12ാമത്തെ അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ വേദപുസ്തകം പറയുന്ന കാര്യം എന്താണ്? ഒരു അപ്പസ്തോലനാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചു എന്നുള്ള കാര്യം ബോധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാതലായൊരു മാറ്റം വരുന്നുണ്ട്. ജീവിതത്തിലെ ദർശനങ്ങൾ മാറുന്നുണ്ട്. ഇത്രയും നാൾ ലോകത്തിൽ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിൽ മാത്രം ആശ്രയം വെച്ച് ജീവിച്ചൊരു വ്യക്തിക്ക് ഒരു കാര്യം ബോധിച്ച് കിട്ടി. ഞാൻ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രതികൂലങ്ങളാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ മേൽ എനിക്ക് ജയം തരാൻ പറ്റുന്ന, എനിക്ക് വിടുതൽ തരാൻ പറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള കാര്യം മനുഷ്യകുലത്തിന് ബോധിച്ച് കിട്ടിയത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വെളിച്ചം കിട്ടുമ്പോഴാണ്. ഞാൻ ഒരിക്കലും വായിച്ചൊരു പുസ്തകത്തിൽ എഴുതിയൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ്. ആ സെൻറ്റൻസ് പ്രകാരമാണ്, ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് സിഗ്നിഫൈസ് ദാറ്റ് there is no situation in this world that can be called hopeless. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത് ഇപ്രകാരമാണ്. ഇനി ലോകത്തിൽ ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാവുന്ന ഒരു വ്യക്തി, ഒരു സാഹചര്യം നിലവിൽ ഇല്ല. കാരണം എന്താണ്? ചരിത്രം കണ്ടതിൽ ഏറ്റവും ഹോപ്പ്ലെസ് സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് എവിടെയാണ്? ക്രൂശിതനായ ക്രിസ്തുവാണ് ചരിത്രം കണ്ടതിൽ ഏറ്റവും തകർന്ന സാഹചര്യം എന്ന് പറയുന്നത്, വ്യക്തി എന്ന് പറയുന്നത്. എന്നാൽ ആ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച് ദൈവ കാര്യം തെളിയിച്ചു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്നുള്ള രഹസ്യം കേട്ട് അത് ഹൃദയത്തിൽ ഉറപ്പ് കിട്ടുന്നവരുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ദൈവികമായ വെളിച്ചമാണ്, ദൈവികമായ പ്രത്യാശയാണ്, ദൈവികമായ ആവേശമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം. ഇനി എന്താണ് വ്യത്യാസം? എന്താണ്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. 2 തരത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവുള്ള ക്രിസ്തീയ വിശ്വാസി. 2, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ക്രൈസ്തവ വിശ്വാസി. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള അനുഗ്രഹ പദ്ധതി എന്ന് പറയുന്നത് ആത്മാവിൽ മാത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ദേഹിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, തേജസ് വെളിപ്പെടുന്ന ദൈവ പൈതലായിട്ട് ഈ ഭൂമിയിൽ സാക്ഷി ജീവിതം നയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ പ്രാപിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സംശയം തീർക്കാനായിട്ട് ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദ്യം ഇതാണ്. ശിഷ്യന്മാർക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഉത്തരം എനിക്ക് മനസ്സിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഉത്തരം ഇതാണ്: പെന്തക്കോസ്ത് നാളിലാണ് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. അതാണ് ഉത്തരമെങ്കിൽ പലപ്പോഴും നമുക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നത് നിങ്ങൾ സമ്മതിക്കുന്നു. കാരണം ആ സമയത്ത് തീനാവുകൾ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ പ്രകടമായി. എല്ലാവരും ഒരു പുതിയ ശക്തിയാൽ നിറഞ്ഞു, അഭിഷേകത്താൽ നിറഞ്ഞു, ഭാഷാവരത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. വലിയൊരു ശക്തിയുടെ പ്രകടനം അവിടെ കാണുന്നുണ്ട്. പ്രശ്നം വരുന്ന അവിടെയാണ്. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറയുമ്പോഴും നമ്മിലേക്ക് തിരിയുമ്പോൾ ഒരു ശക്തി, ആത്മാവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ദേഹിയിൽ വീണ്ടും നമ്മൾ സംശയത്തിലാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സംശയം
നിവാരണം ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയുന്നത്. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് പെന്തക്കോസ്ത് നാളിലല്ല. എന്നാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? അതിനു മുൻപേ സുവിശേഷത്തിൽ തന്നെ ശിഷ്യന്മാർക്ക് ദൈവം യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന എവിടെയാണ്? അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം എടുക്കുക. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 20:19 നമ്മളിങ്ങനെ വായിക്കുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, സമാധാനം ഈശോ ആശംസിച്ചു. ഇത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതത്തോടെ വിസ്മയത്തോടെ നിൽക്കുകയാണ്. ക്രൂശിൽ മരിച്ചു അവസാനിച്ചു എന്ന് കരുതിയ ക്രിസ്തു തേജസ്സോടെ നിൽക്കുന്ന കണ്ടപ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ച് വിസ്മയത്തോടെ നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ വായിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 20:19 നമ്മൾ വായിക്കുന്നത്. ഇനി നമുക്ക് 22-ാം വാക്യത്തിലേക്ക് വരാം. ആ ശിഷ്യന്മാരെ നോക്കിയിട്ട് ഈശോ പറഞ്ഞ കാര്യം എന്താണ്? ആ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ടെൻസ് പ്രധാനപ്പെട്ടതാണ്. 22-ൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു. ഈശോ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞ കാര്യം എന്താണ്? ചുമ്മാ പറയല്ല ചെയ്തേ, അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, റിസീവ് ഹോളി സ്പിരിറ്റ്. ഇത് പ്രസൻറ്റ് ടെൻസിലാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു. സംഭവിച്ച കാര്യം എന്താണ്? നിങ്ങൾക്കറിയാം, ഇപ്രകാരം ഒരു നിശ്വാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എവിടെയാണ്? അന്ന് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചു, ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. ആദത്തിന് രൂപം നൽകിയതിന് ശേഷം ദൈവം എക്സ്ട്രാ ആയിട്ട് ചെയ്ത കാര്യം എന്താണ്? ആദത്തിൻ്റെ മേൽ നിശ്വസിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധം ദൈവം സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആത്മാവിൻ്റെ തലം സജീവമായിട്ട് തീർന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ്, ദൈവം നൽകിയ കൃപയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് നോക്കാൻ ഒരാത്മാവിൻ്റെ തലത്തെ അവന് നൽകി. അതുകൊണ്ടാണ് മനുഷ്യന് ആത്മാവുണ്ടെന്ന് പറയുന്നത്. ഒരു ചെറിയ സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. അനേകർക്ക് മനസ്സിൽ ഈ സംശയമുണ്ട്, മനുഷ്യന് ആത്മാവുണ്ട് എന്നതിന് തെളിവെന്താ ഉള്ളത്? നിങ്ങൾക്ക് ആത്മാവെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ ആത്മാവെന്നുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു, പ്രതിഭാസത്തെ നിഷേധിക്കുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറ അതേക്കുറിച്ച് സംശയത്തിലാണ്. ആരെങ്കിലും നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയും? നിങ്ങൾ ആത്മാവെന്ന പ്രതിഭാസത്തെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. പക്ഷെ ആത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ വിശ്വസിക്കാത്തൊരു വ്യക്തിയെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും? യുക്തിപരമായിട്ട് എങ്ങനെ ഉത്തരം കൊടുക്കാനായിട്ട് പറ്റും? അതിന് ഉത്തരവുണ്ട്. ഇവിടെ സഹോദരൻ, അങ്ങനെ ചോദിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം ഇതാണ്: നിരീശ്വരവാദികളാണെങ്കിലും ഭൗതികവാദികളാണെങ്കിലും അവർ മറ്റൊരു പ്രതിഭാസത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ പ്രതിഭാസം എന്താണ്? മനസ്സ് എന്ന് പറഞ്ഞ പ്രതിഭാസത്തെ അവർ അംഗീകരിക്കുന്നു. എന്താ മനസ്സുണ്ടെന്ന് പറയാൻ കാരണം? ഇതുവരെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും മനുഷ്യന് മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി, ഒരു വസ്തുവിനെ എടുത്ത് ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. മനുഷ്യ ലിവറുണ്ട്, മനുഷ്യ കിഡ്നിയുണ്ട്, ആന്തരിക അവയവങ്ങളുണ്ട്, തലച്ചോറുണ്ട്, എല്ലാം എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ മനസ്സ് ആരും എടുത്ത് കാണിച്ചിട്ടില്ല. പിന്നെ മനസ്സുണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? അപ്പോൾ അവർ പറയും മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ടൊരു എൻറ്റിറ്റി ഒന്നും ഇല്ല. പക്ഷേ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, വിലയിരുത്താൻ പറ്റുന്നുണ്ട്, ഓർമ്മിക്കാനായിട്ട് പറ്റുന്നുണ്ട്, വിശകലനം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് മനസ്സുണ്ടെന്ന് പറയുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നു, നമ്മളോ സമ്മതിക്കുന്നു. അപ്പോൾ മനസ്സുണ്ടെന്ന് പറയാൻ കാരണം മനുഷ്യന് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു നിഗമനത്തിലെത്തുന്നു, മനുഷ്യന് മനസ്സുണ്ട് എന്ന പ്രതിഭാസമുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കുന്നു. ഇതേ നാണയത്തിൽ തന്നെ നിങ്ങൾ ഉത്തരം പറയണം. പ്രിയ സഹോദരങ്ങളെ, ആത്മാവുണ്ടെന്ന് പറയാൻ കാരണം ആത്മാവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺക്രീറ്റ് ആയിട്ട് സൂക്ഷ്മമായ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെന്താ ആത്മാവുണ്ടെന്ന് പറയാൻ കാരണം? കാരണം ഇതാണ്: മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യന് ചിന്തിക്കാൻ മാത്രമല്ല പറ്റുന്നത്,
മനുഷ്യന് വിശകലനം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ മനസ്സുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മാവുണ്ടെന്ന് പറയാൻ കാരണം ഇതാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൈവമേ എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവുണ്ടെന്ന് പറയാൻ കാരണം ഇതാണ്. അത് മനുഷ്യന് മാത്രമുള്ളതാണ്. മനുഷ്യൻ മൃഗമായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം എന്താണ്? മൃഗങ്ങൾക്ക് ഒരു പരിധി വരെ ചെറുതായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്ന പരിഹാരത്തിനായിട്ട് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്ന ഏക ജീവി മനുഷ്യനാണ്. ദൈവമേ എന്ന് വിളിക്കാനും ദൈവത്തിലേക്ക് നോക്കാനും മനുഷ്യന് പറ്റുന്നതിന് കാരണം എന്താണ്? ഒരു തലം ദൈവം പ്രത്യേകമായിട്ട് മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് ആത്മാവുണ്ടെന്ന് പറയുന്നത്. ഇതാർക്കും നിഷേധിക്കാനായിട്ട് പറ്റില്ല. ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ ആ തലത്തെ എടുത്ത് ഉപയോഗിക്കുന്നില്ലായിരിക്കാം. അതില്ലെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. കാരണം എന്താണ്? വലിയ നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ അവസാനം ദൈവമേ എന്ന് വിളിച്ച് ഈശ്വര വിശ്വാസത്തിൽ ബലപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അന്ന് ആദിമാതാപിതാക്കളെ സൃഷ്ടിച്ചതിന് ശേഷം ആത്മാവിൻ്റെ തലത്തിൽ തൻ്റെ ജീവനെ ഊതി ആ ബന്ധം സ്ഥാപിച്ചു കൊടുത്തു. നമ്മുടെ ആന്തരികമായിട്ടുള്ള സത്തയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ദൈവമേ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ പാപം ചെയ്തപ്പോൾ അത് മൂടിപ്പോയി. ചാരം വീണ് മൂടിയതുപോലെ ബലഹീനമാക്കപ്പെട്ടു, ദുർബലമാക്കപ്പെട്ടു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ മുൻപിൽ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ഈശോ വീണ്ടും അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ആ തലത്തെ പൂർണ്ണമായും സജീവമാക്കി തീർത്തു. അതുകൊണ്ട് ഈശോ അവർ നോക്കിയിട്ട് പറഞ്ഞത് റിസീവ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. ഈ സമയത്ത് അവർക്ക് പ്രത്യേക അനുഭൂതി വിശേഷങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം ആത്മാവിൻ്റെ തലത്തിലാണ് വെളിച്ചം കിട്ടുന്നത്. ദേഹം ദേഹിയിൽ പ്രത്യേകിച്ച് തീ പിടിക്കുന്ന അനുഭവങ്ങളൊന്നും അവർക്കില്ല. അഗ്നിജ്വാലകൾ പോലെ തീനാവുകൾ അവരുടെ മേൽ വന്ന അനുഭവം അവർക്കില്ല. ഭാഷാവരത്തിൽ അവർ സംസാരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ടുള്ള നിബന്ധന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഉള്ളിൽ കിട്ടുന്നൊരു ഉറപ്പാണ്. പിന്നെ ആ വ്യക്തിക്ക് എപ്പോഴും ദൈവമേ എന്ന് വിളിക്കാൻ പറ്റും. അവന് ബോധിച്ച് കിട്ടി ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമേ ഇല്ല. കാരണം അവൻ കൺമുൻപിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു. എല്ലാം അവസാനിച്ചു എന്ന് കരുതി എഴുതി തള്ളിയ ക്രിസ്തു തേജസ്സോടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവർക്ക് ആ ബോധിച്ച് കിട്ടി ദൈവത്തിന് ഏതവസ്ഥയിലും ഇടപെടാനായിട്ട് പറ്റും, അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പറ്റും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്നു, ക്രമീകരിക്കുന്നു. ബോധ്യം കിട്ടി. ഇതാണ് ആത്മാവിൻ്റെ തലത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതുകൊണ്ടാണ് വിശ്വാസപ്രമാണം ഏറ്റുപറഞ്ഞ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്? നമ്മളത് പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിലാണ് ഈ രണ്ടാമത്തെ ഗണം ക്രൈസ്തവർ രൂപപ്പെടുന്നത്. അന്ന് സംഭവിച്ച കാര്യം എന്താണ്? അതെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വായിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം. അതേക്കുറിച്ചുള്ള സൂചനകൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 24, 49 വാക്യം. പശ്ചാത്തലം എന്താണ്? ഉയർത്തെഴുന്നേറ്റ ഈശോ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. തേജസ്സോടെ നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, വിസ്മയത്തോടെ നിൽക്കുമ്പോൾ ഈശോ അവരോട് അരുളി ചെയ്ത വചനമാണ് നമ്മൾ 49 വാക്യത്തിൽ വായിക്കുന്നത്. അതിൻ്റെ ടെൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 49 വാക്യം. ഇതാ, ഇംഗ്ലീഷ് ബൈബിളിൽ കുറേ കൂടി വ്യക്തമാണ്. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. യെസ്, പരിശുദ്ധാത്മാവിനോട് കിട്ടിക്കഴിഞ്ഞു. എന്താ ഈശോ പറയാൻ കാരണം എന്താണ്? അവർ ക്രിസ്തു സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട് ആ ബോധ്യത്തിൽ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങളുടെ ആത്മാവിൻ്റെ തലം വീണ്ടും സജീവമായിട്ട് തീർന്നു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. ഇനി പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യം എന്താണ്? വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യം എന്താണ്? ആ വാക്യത്തിൻ്റെ 2ാം ഭാഗം വായിക്കുക. ഇങ്ങനെ വായിക്കുന്നു: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത് ശക്തിയുടെ അഭിഷേകമാണ്. ഇതാണ് അനോയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ നിറവ്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും നിറഞ്ഞ് കവിഞ്ഞൊഴുകിയത് പെന്തക്കോസ്ത് നാളിലാണ്. ദേഹം ദേഹിയിലേക്ക് ആത്മശക്തി വെളിപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മനുഷ്യന് 3 തലങ്ങളുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വിഭജനം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. ആത്മാവ്, ദേഹി, ദേഹം. ദേഹം, ദേഹി, ആത്മാവ്.
യേശുവിനെ ഉയർപ്പിച്ച രഹസ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ തലം വീണ്ടും സജീവമായിട്ട് തീർന്നു. ആ വെളിച്ചം നിങ്ങൾക്ക് കിട്ടി. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ വ്യക്തിക്ക് ഏതവസ്ഥയിലും ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റും. കാരണം യേശുവിനെ ഉയർപ്പിച്ചൊരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് ബോധിച്ച് കിട്ടുന്ന വ്യക്തി ഏത് തകർന്ന അവസ്ഥയിലും അവൻ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അതിൽ അടിമപ്പെട്ടു പോകാതെ അവന് ദൈവമേ എന്ന് വിളിക്കാൻ പറ്റും. ആ വിശ്വാസത്തിൽ നിന്ന് അവൻ ജയം പ്രാപിക്കും. ഇത് ആത്മാവിൻ്റെ തലത്തിലുള്ള പരിശുദ്ധാത്മാവിനെ പ്രാപിക്കലാണ്. ഇനി സംഭവിക്കുന്ന കാര്യം ഇതാണ്. ക്രിസ്തു രഹസ്യത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആഴപ്പെടുമ്പോൾ അത് ദൈവം അനുവദിക്കുന്ന പോലെയാണ്. ഈ അനുഭവം ദൈവം ഓരോ ആത്മാക്കൾക്ക് ഓരോ രീതിയിലാണ് തരിക. അത് എപ്പോഴും സ്ഥായിയായിട്ട് നിൽക്കില്ല. പെന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും നിറഞ്ഞ് കവിഞ്ഞൊഴുകാനായിട്ട് ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ പുതിയൊരു സ്നേഹം, പുതിയൊരു സന്തോഷം, പുതിയൊരു തീരുമാനം, പുതിയൊരു ശക്തിയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ പ്രകടമാകും. കാണുന്നവർ നിങ്ങൾ വിസ്മയത്തോടെ നോക്കും. ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ കാണുന്നവർക്ക് അത് മനസ്സിലാക്കണം നിർബന്ധമില്ല. പക്ഷേ ആത്മനിറവ് പ്രാപിക്കുമ്പോൾ അത് നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ ചലനങ്ങളിൽ എല്ലാം പ്രകടമാകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെനിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആത്മാവിൽ ബലപ്പെടണം. പെന്തക്കുസ്ത നാളിൽ സംഭവിച്ചു. അതിനുശേഷമാണ് അവർ ക്രിസ്തു രഹസ്യം പ്രഘോഷിച്ച് അനേകരെ ക്രിസ്തു മാർഗത്തെ പുൽകാൻ ദൈവം അവരെ ഉപകരണങ്ങളാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഇതാണ്. 2 ഗണത്തിൽ ഉള്ള വിശ്വാസികളുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, 2 പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവർ. 2 പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യ ഗണത്തിലുള്ളവരാണ് എല്ലാ ക്രൈസ്തവരും. പരിശുദ്ധാത്മാവില്ലാത്ത ഒറ്റ ക്രിസ്ത്യാനിയും ഇല്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയല്ല. രണ്ടാമത്തെ ഗണത്തിലുള്ള വ്യക്തികൾ ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവരാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി പ്രകടമാകുന്നു, ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും. ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയത് എപ്പോഴാണ്? പെന്തക്കുസ്ത നാളിലല്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു നിൽക്കുന്ന അവസരത്തിൽ തന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം അത് സാക്ഷ്യം നൽകുന്നു. എന്നാൽ അപ്പോഴൊരു പ്രത്യേകമായിട്ടൊരു അഭിഷേകം, ഒരു ശക്തിയോ എക്സ്പീരിയൻസോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ദേഹം ദേഹിയിൽ തീ പിടിക്കുന്ന അനുഭവങ്ങളൊന്നുമില്ല. എന്നാൽ പെന്തക്കുസ്ത നാളിൽ യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ച്, നിങ്ങൾക്കറിയാം, അതിനുശേഷം ഈശോ പറഞ്ഞതുപോലെ ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഈശോയുടെ സഹോദരന്മാർ, മറ്റ് ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ രഹസ്യം മാത്രം ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഈ ആത്മശക്തി അവരുടെ മേൽ പ്രകടമായി. ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും പ്രകടമായി. നാം ആത്മാവിൻ്റെ നിറവിൽ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ നിൽക്കില്ല. അത് ഉദിക്കും, അസ്തമിക്കും, കൂടും കുറയും, പ്രത്യക്ഷമാകും, അപ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തന്നെ ഒരേ അധ്യായത്തിൽ തന്നെ പല പ്രാവശ്യം ആത്മനിറവിന് വേണ്ടി ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ അനേക വഴികളുണ്ട്. ദൈവം ഓരോ ആത്മാക്കളും ഓരോ വഴിയിലൂടെയാണ് നയിക്കുന്നത്. പക്ഷെ പൊതുവായിട്ടുള്ള ചില രഹസ്യങ്ങളുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതേക്കുറിച്ച് പങ്കുവയ്ക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളാണ്. അതിൽ സംശയമൊന്നുമില്ല. യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനാണ് സ്വീകരിച്ചവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് തിരിയുമ്പോഴെപ്പോഴും അനുഭവിക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്കും സാക്ഷ്യമായിട്ട് തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അനുഗ്രഹ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തുടർന്നും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.